ഭാസ്കര, കള്ളോ കൊഞ്ചോ കപ്പയോ എന്ത് വേണമെങ്കിലും എടുത്തോ. ഇന്ന് ചെലവ് എന്റെ വക. അടിച്ച് കേറി വാ. അടിച്ച് കേറാം. ഒന്ന് അടിച്ച് കേറാൻ. അടിച്ച് കേറി വാ. അടിച്ച് കേറി വാടാ. എല്ലാരും അടിച്ച് കേറി വാ. അടിച്ച് കേറി വാടോ. ഇത് 3 days ആയിട്ട് ഇത് മാത്രം ഞാൻ കേൾക്കുകയാണ്. ഇത് തുറന്ന പറഞ്ഞ അനുസരിച്ചോളണം അല്ലേ? ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും ഇല്ലേ? ഷൂട്ടിംഗ് ഓർഡർ ഇല്ല. ഒരു ഡയലോഗ് വന്നത് അടിച്ചേറി വാ. അപ്പൊ സിബി സാർ പറഞ്ഞ് എല്ലാ പ്ലേസ്മെന്റിലും റിയാസിന് എവിടെ അടിച്ചേറി വന്ന് തോന്നുന്നു അവിടെയൊക്കെ അത് ഇട്ടോ. പാവം ഡിക്രൂസാണ്. ഡിക്രൂസ് പാവാണ്. ഡിക്രൂസ് ആൾക്ക് കണ്ണും കാണില്ല, ഒന്നും കാണില്ല. അയാളെ പറ്റി നടക്കായിരുന്നു. ആക്ടറിന് കിട്ടിയാൽ ആക്ടർ എന്തും ചെയ്യും. ആ ആക്ടർ ആരാണെന്ന് ദി ക്രിയേറ്റർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൂസ് ആൻ ആക്ടർ. ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും ആക്ടർ അല്ല. റൈറ്റർ ആയിട്ടുണ്ടോ? ഇല്ല, എഴുതി നോക്കിയിട്ടുണ്ട്. വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ അതായിരുന്നു റിയാസ് ഖാന്റെ പരിപാടി വന്നത്. അത് കണ്ടിട്ട് ഞാൻ സാഞ്ചാറിന് ഒരു 10-20 മിനിറ്റ് ചിരിച്ച് ആഗ്രഹിച്ച് ആക്സിഡന്റലി ചെറുതാമ്പഴേ ഇഷ്ടമുണ്ടായിരുന്നു അഭിനയിക്കാനൊക്കെ. എന്നെ എന്തുകൊണ്ട് വില്ലനാക്കി എനിക്ക് ഇതുവരെ അടിച്ച് കേറി മക്കളെ. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെൽക്കം ടു ഗെറ്റ് സെറ്റ് ഗോ വിത്ത് സൗമ്യ. ഇന്ന് എന്നോടൊപ്പം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ ടീമാണ് എത്തിയിരിക്കുന്നത്. വി ഹാവ് ദി ഗ്രേറ്റ് റിയാസ് ഏട്ടൻ, ദേവിക ആൻഡ് മുബിൻ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എല്ലാവരുടെ ലൈഫിലും കൊച്ചിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഇത് കേൾക്കുമ്പം എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് കൊച്ചിയായിട്ടുള്ള ഒരു കണക്ട് വരുന്നത്? ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ വയസ്സിൽ ഒരാൾ ഇങ്ങനെ ബുക്ക് തുറന്ന് കഥ പറഞ്ഞു തരും. വൺസ് അപ്പോൺ എ ടൈം there lived a king and a queen എന്നൊരു കഥ പറഞ്ഞു തരും. സോ ടൈറ്റിൽ അത്രയ്ക്കും ക്യാച്ചിയാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഓക്കേ. And the rest goes on. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ലൈഫിൽ കണക്ട് ചെയ്യുന്ന, കൊച്ചിയായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന സാധനം, അതായത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൊച്ചിയെ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു നഗരമാക്കി മാറ്റുന്നത് എന്താണ്? ഞാൻ ജനിച്ചു വളർന്നൊക്കെ കൊച്ചി തന്നെയാണ്. അതുകൊണ്ട് എന്റെ എല്ലാ മെമ്മറീസും എല്ലാം കൊച്ചി ബേസ്ഡ് ആണ്. അതെ. പിന്നെ സ്പെസിഫിക്കലി ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമ കൊച്ചിയിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും നല്ല മെമ്മറി. ദേവിക? എന്റെ ഇതും ബേസിക്കലി ഫിലിം റിലേറ്റഡ് ആണ് മെമ്മറി. കാരണം എന്റെ ഫസ്റ്റ് ഫിലിം ഞാൻ പ്രകാശൻ ഷൂട്ട് ചെയ്തതും കൊച്ചിയിൽ തന്നെയായിരുന്നു. അപ്പോ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഐ ഗോട്ട് ടു ഡു മൈ ഫസ്റ്റ്. പിന്നെ എല്ലാ ഫിലിംസിനും ഒരു കൊച്ചി വരുമല്ലോ. എന്തായാലും ഫസ്റ്റ് മൂവിയുടെ ഓർമ്മ ഏത് സിനിമ ചെയ്താലും വരും. അതെ. എല്ലാ മൂവീസും കൊച്ചിയിലായതുകൊണ്ട്. നമ്മള് പനമ്പള്ളിയിൽ ഷൂട്ട് ചെയ്യുമ്പോ മറ്റേ ഞാൻ പ്രകാശനില് സൈക്കിളിന് വീണ ഷോട്ടും അത് അവിടെ ആയിരുന്നു. മെമ്മറി പറഞ്ഞോ? ഓക്കെ. ആൻഡ് റിയാസ് ഏട്ടാ? ഞാൻ ഈ ജനിച്ചു വളർന്നത് ചെന്നൈയിലാണ്. സോ ഈ കൊച്ചി എന്ന് പറഞ്ഞത് അച്ഛൻ്റെ വീട് കൊച്ചിയിലാണ്. സോ എപ്പോഴും ഈ സ്കൂൾ ഹോളിഡേയ്സ് വരുമ്പോ കൊച്ചിയിൽ പോവാ വീട്ടിൽ പോവാ, പത്തനാപുരത്തിൽ പോവാ, അങ്ങനെ എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സോ ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്, ഇന്നും ഉണ്ട്. വൺസ് അപ്പോൺ ടൈം ഈ റിലീസിന് അന്നും ഉണ്ട്. സോ കൊച്ചി ഈസ് ഓൾവേസ് വെരി ലവബിൾ പ്ലേസ് ഫോർ മീ. എൻ്റെ എപ്പോഴും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് കൊച്ചി. ലോട്ട് ഓഫ് റിലേറ്റീവ്സ്, ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. പക്ഷെ വന്നിട്ട് ആരും പറയൂല, എല്ലാവരുടെയും വീട്ടിൽ പോണ്ടി വരും. അതുകൊണ്ട് ഓരോരുത്തരും ചീത്ത പറയാൻ വിളിച്ചു, വന്നിട്ട് വന്നില്ലല്ലേ. ഇപ്പൊ കൊച്ചിയിലില്ല. ഇനി കാണും. ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, സിനിമയിലെ ആൾക്കാർക്ക്, സിനിമ ജോലിയായി സ്വപ്നമായി കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും ഫ്രൈഡേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ മെയ് 31 എന്ന വെള്ളിയാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഞാൻ സിനിമയില് അസിസ്റ്റന്റ് ആയിട്ട് വന്നപ്പോ തൊട്ട് കേൾക്കാറില്ല ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച കിട്ടും. അതിലോട്ട് എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ആ മൊമെന്റ് എത്തുമ്പോൾ നമ്മൾ അത്ര എക്സൈറ്റ്മെന്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ മൊമെന്റ് എത്തുമ്പോൾ കുറച്ച് ഫീലിങ്സ് റിയാലിറ്റി ആയിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം പോവാ എന്നുള്ള. പക്ഷെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ സിനിമ ഇറങ്ങി എന്നുള്ള.
ട്രൂ ആണ്. അത് എനി ആക്ടർ നമ്മൾ എത്ര വലുതായാലും എന്തായാലും വെള്ളിയാഴ്ച പടം റിലീസ് ആകുമ്പോൾ ആ തേഴ്സ്ഡേ നൈറ്റ് വരെയും കാണും. കാലത്ത് ബെഡി നൈറ്റ് നമ്മൾ ഡ്രസ് ചെയ്ത് തിയേറ്ററിൽ പോകുന്നവരെയും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു മിനിറ്റ് ബ്ലാങ്ക് ആവും, സ്റ്റേസ്റ്റിലാവും. കുറെ കോർത്ത് വയ്ക്കും, ഇതൊക്കെ സംസാരിക്കണം, ഇങ്ങനെ ചെയ്യണം, കണ്ണാടിന് മുമ്പിൽ നിന്ന് കുറെ പെർഫോം ഒക്കെ ചെയ്യും, പിന്നെ ബ്ലാങ്ക് ആയി പോകും. അങ്ങനെ വളരെ ക്വൈറ്റ് ആയി പോകും. ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണല്ലേ ആ ഒരു ഫ്രൈഡേ രാവിലെ തരുന്നത്. ഇതേപോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നോ? മീഡിയ ഒക്കെ വന്ന് ഇങ്ങനെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ? ഒരു വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യാം, പക്ഷേ എല്ലാം മറന്നുപോയി. ഈ പറഞ്ഞ പോലെ ബ്ലാങ്ക് ആയി. പിന്നെ എല്ലാരും ചെയ്യുന്നതാണത്. അത് ഭയങ്കര ഒരു എന്താ പറയാ, കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുന്നത്, അവാർഡ് വാങ്ങാൻ പോകുന്ന ആ ഒരു മൊമെന്റും അതേപോലെ ഫസ്റ്റ് സിനിമ റിലീസ് കഴിയുമ്പോൾ ഉള്ളൊരു ഫീലും ഒക്കെ ഏകദേശം ഒരേപോലെ ഉണ്ടാവും അല്ലേ? ദേവിക, ഹൗ വാസ് യുവർ ഫസ്റ്റ് ഫ്രൈഡേ ഇതേപോലെ സിനിമയുടെ? ഫസ്റ്റ് ഞാൻ പ്രകാശൻ വന്ന സമയത്താണോ? ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഞാൻ 10th പഠിക്കുമ്പോഴാണ് വന്നത്. ഞാൻ എന്റെ ഫുൾ ഫ്രണ്ട്സിനെയും ഫാമിലി എല്ലാരെയും കൊണ്ടാണ് തിയേറ്ററിൽ പോയത് ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി. 21st December 2018 അന്നായിരുന്നു മൂവി വന്നിട്ടുണ്ടായ. ആ ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം ആദ്യമായിട്ടാണ് സിനിമയിൽ എന്റെ മുഖം കാണുന്നത് വലിയ സ്ക്രീനില്. ഞാൻ മുന്നേ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അന്നാണ് ഫസ്റ്റ് ടൈം ഞാനും കാണുന്നത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കരയാനൊക്കെ തുടങ്ങി. അപ്പത്തേക്ക് മരിക്കണ ആ സമയത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് സങ്കടമായി. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എന്റെ ഒരു കോർ മെമ്മറിയാണ് ഇപ്പൊ അത്, ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മകൾ ഇറങ്ങിയ ദിവസമാണെങ്കിൽ ഇപ്പം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഇറങ്ങിയ ദിവസമാണെങ്കിൽ. ദേവിക ഇതുവരെ ചെയ്തത് എന്താ പറയാ, ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന് തെളിച്ചു പറയാൻ പറ്റില്ല. കാരണം 10ാം ക്ലാസ് ഒക്കെ അതിനുശേഷമാണ് അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം എന്താ പറയാ, നമ്മുടെ മലയാള സിനിമയിലെ പ്രമുഖ നായികമാരൊക്കെ 13 വയസ്സിൽ നായികയായ ചരിത്രമുള്ള സ്ഥിതിക്ക് 15ാം വയസ്സിലാണ് ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് ഒരു ശരിക്കുള്ളൊരു ഹീറോയിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ബീങ് എ ഹീറോയിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താ പറയാ, കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു സ്ഥാനമായിട്ട് തോന്നിയോ? പക്ഷെ എനിക്ക് തോന്നുന്നു മോർ ദാൻ ടൈറ്റിൽ ഓഫ് ദ ക്യാരക്ടറിനെക്കാട്ടും ക്യാരക്ടറിന്റെ തന്നെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. ഞാൻ അപ്പോഴും ആ സീരിയസ്നെസ്സോടെ തന്നെയാണ് തോന്നുന്നു. ഇപ്പൊ ഞാൻ പ്രകാശം ചെയ്യുമ്പോഴത്തേക്ക് അറിഞ്ഞുകൂടായിരുന്നു തോന്നുന്നു, അപ്പം പറഞ്ഞു തന്ന പോലെ ചെയ്തു. മകളിൽ വരുമ്പോഴത്തേക്കും ആ സീരിയസ്നെസ് ഉണ്ടായിരുന്നു ജോലിക്ക് വേണ്ട. ഇപ്പോഴാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ക്യാരക്ടർ ഡിഫറൻസ് ഉണ്ട്. ഒരു ചൈൽഡ് ക്യാരക്ടറിൽ നിന്ന് അഡൽട്ട് ക്യാരക്ടറിലേക്ക് വരുമ്പോ ഉള്ള ഒരു ചേഞ്ച് ഉണ്ട്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആസ് എൻ അഡൾട്ട് വാട്ട് റെസ്പോൺസിബിലിറ്റി യു ഹാവ്, അത് ക്യാരക്ടറിൽ കാണിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. മോട്ടീവ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്. കുട്ടിയാവുമ്പോ എന്താണ് നമ്മൾ വിചാരിക്കുന്നത്, ഒരു അഡൽട്ട് ആവുമ്പോൾ എന്തൊക്കെ നോക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം വരുമ്പോ അതുണ്ട്. സോ ലൈക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ഹോംവർക്ക് ഒക്കെ ചെയ്യേണ്ടി വന്നു. അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയാ, ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ കഥാപാത്രത്തിൻ്റെതായിട്ടുള്ള, അപ്പൊ അതൊക്കെ കൊണ്ടുവരാനായിട്ടുള്ളൊരു. ബേസിക്കലി റാഫി സാർ എനിക്ക് ഇൻഡെപ്ത് ആണ് ക്യാരക്ടറും സ്റ്റോറിയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പോർഷൻ നല്ലോണം മനസ്സിലായതുകൊണ്ട് അതിനെപ്പറ്റി പിന്നെ ആലോചിക്കാനും മരിക്കാനും, പിന്നെ സാറിന്റെ അടുത്ത് തന്നെ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. അപ്പൊ ക്യാരക്ടർ അങ്ങനെ ക്ലിയർ ആയി. പിന്നെ ആദർശ സാറ് പറഞ്ഞ എന്താണോ അത് ചെയ്തു. ഞാൻ പറയട്ടെ, this is how it is. A frame is set, the background geography is set, art department is set, artist is ready with the costume. ആർട്ടിസ്റ്റിന്റെ ക്യാരക്ടർ അറിയാം, അവിടെ പ്ലേസ്മെന്റ് ചെയ്താൽ ആ ക്യാരക്ടറിലേക്ക് ആർട്ടിസ്റ്റ് വരും. അങ്ങനെയാണ് ഇതുവരെയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത് ആ പ്ലേസിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നാച്ചുറലി വരും എന്നാണ്. ഓൾ സറൗണ്ടിങ്സ് ഇല്ലേ, എൻറ്റയർ സറൗണ്ടിങ്സ് ഹാസ് ടു ബി ക്രിയേറ്റഡ് പെർഫെക്റ്റ്ലി. സോ അവിടെ പോയി നമ്മൾ നിൽക്കുമ്പോൾ യു വിൽ ബി ദാറ്റ്. നമ്മൾ തന്നെ ഓൾറെഡി ഞാൻ ഒരു ചേഞ്ച് പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ റിയൽ ഇറ്റ്സ് റിയൽ മീ. ഓക്കെ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വണ്ടിയിൽ ഷൂട്ടിംഗ് സ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ട്രാൻസ്ഫോം ആവും. നമ്മൾ മൈൻഡിങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. അത് അവിടെ ഇറങ്ങി ഷൂട്ടിംഗ് സ്പോട്ടിൽ ഇറങ്ങി മേക്കപ്പ് ഇടാൻ തുടങ്ങൂലേ, യു ആർ ഇൻ ദ ക്യാരക്ടർ. അത് വന്നു, ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, ആക്ടർ വന്നു. കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞ് നമ്മൾ കോസ്റ്റ്യൂം ഇട്ടിട്ട് കണ്ണാടി ഇങ്ങനെ നോക്കുമ്പോൾ യു വിൽ ബി ദാറ്റ്. പിന്നെ നമ്മളെ കൊണ്ടുപോയി ആ പെർഫെക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി നിർത്തി. then you speak the dialogue.
മാജിക് ഹാപ്പൻസ്. അടിപൊളി. സീ ലൈക്ക് അതാണല്ലോ ഒരു ആക്ടർ ആവുന്നതിന്റെ ഏറ്റവും വലിയൊരു ഈ പറയുന്ന നമ്മള് ലൈം ലൈറ്റ് വരുന്നു, നല്ല ഫെയിം കിട്ടുന്നു, പോപ്പുലാരിറ്റി, അതൊന്നും അല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ദ ഫീൽ ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ദ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു മാജിക്കൽ മൊമെന്റ് ആണ് അല്ലേ? അതെനിക്ക് പറഞ്ഞു കേട്ടോ ഭയങ്കര ഈവൻ സ്റ്റാർട്ട് ആക്ഷൻ പറയുന്നത് വരെയും there has a still ആക്ഷൻ പറയുമ്പോൾ എൻറ്റയർ മൂവ്മെന്റ് സ്റ്റാർട്ട്സ്. അതുവരെ ഡയറക്ടറും ക്യാമറമാൻ എല്ലാവരും they are ready to watch what you're going to do. Done. That's it. എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ ഇത്രയും നേരമായിട്ട് എന്താ മറ്റേ കാര്യം ചോദിക്കാത്തതെന്ന്? അതായത് ടോക്ക് ഓഫ് ദ ടൗൺ, ടോക്ക് ഓഫ് ദി സോഷ്യൽ മീഡിയ, മൊത്തത്തില് എന്താ പറയാ ദുബായ് ജോസ് അങ്ങ് കൈയടക്കിയിരിക്കുകയാണ്. ആഫ്റ്റർ 20 years സിനിമ വന്ന് 20 വർഷം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ ജോസ്, ചിങ്കണ്ണി ജോസ് അല്ലെങ്കിൽ ദുബായ് ജോസിന് ഇങ്ങനൊരു പോപ്പുലാരിറ്റി വരുന്ന എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നോ? സിനിമ എടുത്തപ്പോ സുബി സാർ ഞാൻ എക്സ്പെക്ട് ചെയ്തു ഇതിങ്ങനെ വരണമെന്ന്. സിബി സാർ ആഗ്രഹിച്ചു. സിബി ആക്ച്വലി ഈ ക്യാരക്ടർ അത്രയും ഡിഫൈൻഡ് അല്ല. ഓക്കെ, ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോ സിബി സാർ വാണ്ടഡ് ടു എൻഹാൻസ് ഇതിനെ എൻഹാൻസ് ചെയ്തപ്പോ പിന്നെ പെർഫോമൻസ് ആയി. പിന്നെ ഹി വാണ്ടഡ് ടു ഡു എല്ലാ സീനിലും അത് പുള്ളി കയറ്റി. എവറി ഡേ സിബി സാർ വിൽ കം അറ്റ് 7:30 ഇൻ ദ സെറ്റ്. സിബി സാർ എനിക്ക് വേണ്ടി സീൻ എഴുതും. എന്നിട്ട് ഫസ്റ്റ് ഡേയിലാണ് ഒരു ഡയലോഗ് വന്നത്, അടിച്ചേറി വാണ്. അപ്പൊ സിബി സാർ പറഞ്ഞ് എല്ലാ പ്ലേസ്മെന്റിലും റിയാസിന് എവിടെ അടിച്ചേറി വന്ന് തോന്നുന്നു അത് ഇട്ടോ, ഇഫ് ഇറ്റ് ഇസ് റോങ് ഐ ടെൽ റോങ്, അത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആയിക്കോട്ടെ. അങ്ങനെ സിബി സാർ എൻറ്റയർ മൂവി ഈ ക്യാരക്ടർ കൊണ്ടുപോയി കയറ്റി വെച്ചാണ്. ഫൈനലി അന്ന് ഇത്ര സോഷ്യൽ മീഡിയ ഇല്ല, അന്ന് ഇത്രയും ഞങ്ങൾക്ക് കുറെ തിയേറ്റേഴ്സ് കിട്ടിയില്ല, ഒന്നുമില്ലായിരുന്നു. ദർ മെനി അപ്സ് ആൻഡ് ഡൗൺസ്. ഫിലിം വന്നിട്ട് റിലീസാകാതെ പോയി, പിന്നെ കുറച്ച് തിയേറ്ററിൽ റിലീസായി, പിന്നെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് റിലീസായില്ല, അവിടെ റിലീസ്, അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഓക്കെ, സർക്കിൾ. ഓക്കെ, ടൈം ചേഞ്ചസ്, ഇവോൾവ് ആകും. ഇന്നത്തെ അല്ല അന്ന്, അന്നത്തെ അല്ല ഇന്ന്. ഓക്കെ, സോ ഹാപ്പൻ. 20 വർഷം കഴിഞ്ഞ് ഐ വർക്ക് ഹാർഡ് ആഫ്റ്റർ 20 years. അതല്ല, അന്ന് എന്താ പറയാ ശ്രദ്ധിക്കപ്പെടണം എന്ന ആഗ്രഹത്തിലോട് ചെയ്തത്, അന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല, എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് അത് ശ്രദ്ധിക്കപ്പെട്ടിരിക്കും എന്നുള്ളതിനുള്ളൊരു പ്രൂഫാണ്. കാരണം ഇപ്പൊ ഒരു വലിയൊരു മൂവ്മെന്റ്, ഇത് എപ്പോഴാ ശ്രദ്ധിച്ചത് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു മൂവ്മെന്റ് അവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്? അടിച്ചു കയറി ആക്ച്വലി കുറച്ച് നാളായിട്ട് പതുക്കെ ഇങ്ങനെ കുത്താൻ തുടങ്ങി. ഓക്കെ, അപ്പോ ഞാൻ പോയ മാസം ദോഹയിലുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് ഇങ്ങനെ ചെറുതായിട്ട് തൊട്ട് പോകുന്നുണ്ട്. ഇതും കൊച്ചുരാജനോ ഡയലോഗ് ഉണ്ട്, സൂര്യ തെറ്റന്റെ ഭാഗത്താണ്. അത് രണ്ടും ഉണ്ട്. അപ്പൊ അതിങ്ങനെ പോണുണ്ട്. ഇടയ്ക്ക് ആവേശം റിലീസായപ്പോ ഞാനും ശ്വേതയും കൂടി ഒരു വീഡിയോ ഇട്ട്. ഓക്കെ, ഒരു വീഡിയോ ഇട്ട് അത് കഴിഞ്ഞ് ഇതിങ്ങനെ കത്താൻ തുടങ്ങി. കത്തി ടെർബോ ജോസ് റിലീസ് ആയപ്പോ കണക്ട് ചെയ്ത് കൊടുത്തു. ഭാസ്കര, എനിക്ക് ഇത് 3 days ആയിട്ട് ഇത് മാത്രം ഞാൻ കേൾക്കുകയാണ്. ഇത് തുറന്ന ഭാസ്കര, കള്ളോ കൊഞ്ചോ കപ്പയോ എന്ത് വേണമെങ്കിലും എടുത്തോ, ഇന്ന് ചെലവ് എന്റെ വക, അടിച്ചു കയറി വാ. അടിച്ചു കയറി വാന്ന് വെച്ചാൽ തിയേറ്ററിലേക്ക്, കൊച്ചിയിലേക്ക് ആ പറഞ്ഞ അടിച്ചേറി വാ, പറഞ്ഞ അനുസരിച്ചോളാം അല്ലേ? ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും ഇല്ലേ? ഷൂട്ടിംഗ് ഓർഡർ ഇല്ല. അത് ഡിക്രൂസ് പാവം. ഡിക്രൂസ് പാവാണ്. ഡിക്രൂസ് ആൾക്ക് കണ്ണും കാണില്ല, ഒന്നും കാണില്ല. അയാളെ പറ്റി നടക്കായിരുന്നു. ഓക്കെ, എവിടുന്നോ ഡിക്രൂസിനെ പൊയ്ക്കൊണ്ട് വന്ന് ആ വില്ലൻ അവിടെ കൊണ്ട് ഇരുത്തി. ഇന്ന് അടുത്തിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞൂടെ? എങ്ങാടോ ദൂരത്തൊരു ബിൽഡിംഗ് കൊണ്ട് ഡിക്രൂസിനെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാടാ ഡിക്രൂസ് പറഞ്ഞു. ഡിക്രൂസിന് അവിടെ ഇരുന്നിട്ട് കയ്യും പറ കാലും പറ, ഇടയ്ക്ക് 2 പ്രാവശ്യം ഗണ്ണിന്റെ ഇതൊക്കെ ഇല്ലേ, സൈലൻസർ ഒക്കെ, അത് കഴിഞ്ഞു പോയി. അതൊക്കെ പടത്തിലുണ്ട്, ശരിക്കുമാണത്. ഷോട്ടിൽ ഞാനെടുത്ത് ഇത് ശരിക്കും ഈ ഗണ്ണ് കൊണ്ടുവന്ന് തന്നെ. ഈ ഗണ്ണ് ഏത് വർഷത്തെ ഗണ്ണാണെന്ന് എനിക്കറിയാം. ഗണ്ണ് കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഗണ്ണ് വെച്ച് ഏറ്റവും വലിയ പടം എന്ന് പറയുമോ? ഹിനോസ്, ഈവൻ ഷീനോസ്. ഇത് ഇട്ടിരിക്കുന്ന കണ്ണടയില്ലേ, ഭയങ്കര ലെൻസാണ്. ഓക്കെ, അത് നോർമൽ കണ്ണൊക്കെ കാണില്ല. സോ ഞാൻ അകത്തൊരു ലെൻസ് വെക്കണം, ഇത് -+ ആക്കാൻ വേറൊരു ലെൻസ് വെക്കണം. എന്നിട്ട് ഇങ്ങനെ നിന്നാൽ നിങ്ങളൊക്കെ എനിക്ക് അവിടെയാണ് കണ്ടത്.
ഇങ്ങനെ തപ്പി നടക്കണേ. അതെ. ഓക്കെ, ഓക്കെ. അതിന്റെ കൂടെ മഴയും. മഴയും തല ഇങ്ങനെ ചുറ്റും എനിക്ക്. തല ഇത് ഏതാണ് സ്ഥലം ഒന്നും പൊട്ടൂല. എന്നെ കൊണ്ട് സ്റ്റെപ്പിന് മുകളിൽ കയറി എത്തി. ഗണ്ണും കൊടുത്ത് എനിക്ക് ഇതില്ല ഗണ്ണിന്റെ ട്രിഗറില്ല, ട്രിഗർ പോലെ കിട്ടും. ഞാൻ ഇങ്ങനെ തപ്പിയാണ്, ഇങ്ങനെ ട്രിഗർ തപ്പി ഇതാണ് ട്രിഗർ. ഓക്കെ, ക്യാമറമാൻ ഒന്നും അറിയില്ല. റെഡി റെഡി റിയാസ്, തിരിഞ്ഞു നിൽക്കുവോ? എവിടെ തിരിയണം? ഇങ്ങനെ തിരിഞ്ഞല്ലേ ഈ മറ്റേ വൈഡ് ആംഗിൾ കിട്ടു വെക്കില്ല, അങ്ങനെ എനിക്ക് കാണണം. ഇങ്ങനെ കാണാം, ഇങ്ങനെ കാണാം. ഈ സൈലേഷൻ ദീപൊക്കെ കാണാം. ഡയറക്ടർ ആണ്. അവരെ വിളിച്ച് ഇങ്ങനെ ചോദിക്കും, ഇത് എങ്ങോട്ടാണ് പൊസിഷൻ, തല തിരിക്കണം കൂടാണെന്ന് ചോദിച്ചത്. അപ്പൊ ഇങ്ങോട്ട്, ഓക്കെ ഇവിടെ തിരിയാ. എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഇത് ഈ ഗണ്ണിൽ ശരിക്കും ഒന്നും സംഭവം ഫിറ്റ് ആവില്ല. ഇതിന്റെ ഇടയ്ക്ക് അവിടുന്ന് നാദൃഷിക്ക പറയുന്നുണ്ട്, റിയാസ്, മറ്റേ ആളെ വെടിയിക്കുന്നു, ഇത് വെടിയിക്കുന്നു. അപ്പൊ ഇത് വിട്ടുപോയി, ഇത് വിട്ടുപോയി. അപ്പൊ ഇനി കട്ട് പറയേണ്ടത് ഞാൻ തന്നെ ചെയ്യും. ഇത് നാച്ചുറൽ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അത് തിരിച്ചു വെച്ച്, ഓ അതും പോയി, അതും പോയി, ഇനി കാണോ കണ്ണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എടുത്ത് വെച്ചു. നാച്ചുറൽ നമുക്ക് എഴുതി വെക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ. ആ എഴുതി വെച്ചതിൽ നിന്ന് നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഈ സിനിമകൾ നമ്മൾ ഓർത്തിരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സിനിമയിൽ അത് നാച്ചുറലി വന്നതല്ല എന്ന് പറയുമ്പോൾ, അല്ല നാച്ചുറലി വന്നതാണെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു അത്ഭുതം തന്നെ അല്ലേ. ഈ എഴുതി വെച്ചപ്പം ഈ കഥാപാത്രത്തെ പറ്റി ഫസ്റ്റ് പറഞ്ഞത് ആരാണ്? എനിക്ക് നാദൃഷ ഇപ്പോഴല്ല, ഈ പറഞ്ഞു തുടങ്ങിയ മുമ്പ് വി മെറ്റ് ഇൻ ദുബായ്. ഞങ്ങൾ പല വർഷമായിട്ട് ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് നാദൃശ എന്റെ പടത്തിൽ അഭിനയിക്കാൻ നാദൃശ വിളിച്ച ഞാൻ അഭിനയിക്കാം. ലാസ്റ്റ് ഗസ്റ്റ് അപ്പിയറൻസിനാണ് വിളിച്ചത്, ഫുള്ളൻ പടത്തിലല്ല വിളിച്ചത്. ആ വിഷമമുണ്ടല്ലേ? ആ വിഷമമുണ്ട്. ഓക്കെ, അപ്പൊ പെട്ടെന്നൊരു ഫോൺ വന്നിട്ട്, റിയാസ് ഒരു സംഭവം ചെയ്യണം. ഇനിയിപ്പോ ആദ്യമായിട്ട് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഇതിന് ഡിസ്ക്രിപ്ഷൻ തന്നെ ആവശ്യം, ഇയാൾ ഇങ്ങനെ വരയ്ക്കണം, ഇയാൾക്ക് കണ്ണാൻ പറ്റാത്ത ആളാണ്, കോമഡി റിയാസ് ചെയ്താൽ വർക്കൗട്ട് ആകുമെന്ന് പുള്ളിക്കറിയാം. ഈ സിനിമയെ കാണുന്നേക്കാളും ഞാൻ യൂഷ്വലി ഈ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഇങ്ങനത്തെ കുറെ കോപ്പറേറ്റങ്ങൾ ഞാൻ ചെയ്യും. ബാലേട്ടൻ ആടല്ല ഞാൻ. ഓക്കെ, എന്നെ എന്തുകൊണ്ട് വില്ലനാക്കി എനിക്ക് ഇതുവരെ അറിയില്ല. ഭയങ്കര വില്ലനായിട്ട് റിയാസ് എന്നെ കണ്ട് ഭയങ്കര വില്ലനായിട്ട് തോന്നുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ഞാൻ ഓർക്കാം, ഓക്കെ അപ്പൊ കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. നമ്മുടെ പല വില്ലന്മാരും വർഷങ്ങളോളം സിനിമയിൽ ഡെഡ്ലി വില്ലന്മാരെ ചെയ്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഫോട്ടോ കാണുമ്പോൾ തന്നെ പേടിയാവുന്ന രീതിയിൽ നിന്നാണ് നമുക്ക് വലിയ വലിയ കോമഡി ആർട്ടിസ്റ്റുകളെ പിന്നീട് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ 90s കാണുവാണെങ്കിൽ 70s 80s ഭയങ്കര വില്ലന്മാരാണ് വന്ന് ഭയങ്കര കോമഡി ചെയ്ത് നമ്മളെ ചിരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഇനിയൊരു ശരിക്കും പറഞ്ഞാൽ റിയാസ് ഖാൻ എന്ന ആക്ടറിലെ കോമഡി ചെയ്യാനുള്ള കഴിവിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന സമയമായിരിക്കും തോന്നുന്നുണ്ടോ? ആക്ടേഴ്സ് ഓൾ ദി ഷെയ്ഡ്സ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, അടുത്തൊരു സ്ക്രിപ്റ്റ് കേൾക്കും, പടം വരുന്നു, ഐ വാണ്ട് ടു വർക്ക് ദാറ്റ് ഫിലിം. ആ പടത്തിൽ വില്ലനാണ് ഏറ്റവും മെയിൻ കഥാപാത്രം, ഞാൻ അങ്ങനെ വേണ്ടെന്ന് പറയും. ഐ ഡു ദാറ്റ് ഓൾസോ, ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. ആക്ടറിന് കിട്ടിയാൽ ആക്ടർ എന്തും ചെയ്യും. ആ ആക്ടർ ആരാണെന്ന് ദി ക്രിയേറ്റർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൂസ് എൻ ആക്ടർ. ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും ആക്ടർ അല്ല. ദി ക്രിയേറ്റർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൂസ് എൻ ആക്ടർ, ഹൂ ക്യാൻ പെർഫോം, വാട്ട് ഹി ക്യാൻ ഡു എവറിത്തിങ്. ഇയാളെല്ലാം ചെയ്യും എന്നുള്ള ക്രിയേറ്റർ മനസ്സിലാക്കാൻ സിമ്പിൾ. ടു കൺട്രീസില് കോമഡി റോളാണല്ലോ ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള. തീർച്ചയായിട്ടും കോമഡി ചെയ്തിട്ടില്ല എന്നുള്ളല്ല ഞാൻ പറയുന്നത്. ആ സെറ്റ് വരുമ്പോ ഒരൊറ്റ ആൾക്ക് വിശ്വാസമില്ല എന്തിനാ ദിലീപ് റിയാസ് ചെയ്യും, ദിലീപിനെ അറിയാൻ ഞാൻ ചെയ്യണത്. അത് ഞങ്ങൾ കോമഡിക്ക് ചെയ്യത്. ഓക്കെ, അതുകൊണ്ട് ദിലീപിനെ വിളിച്ചു. ഞാൻ എയർപോർട്ടിൽ നിൽക്കുകയായിരുന്നു, വേറെ എവിടെ സ്ഥലത്ത് പോകാൻ. ഫോൺ ചെയ്തിട്ട് എവിടെ ഉണ്ട് എന്ന് വെച്ചു. ഞാൻ എയർപോർട്ടിൽ നിൽക്കണം, തിരിച്ചു വരാൻ പറ്റും. ഞാൻ തിരിച്ചു വരാൻ ഷൂട്ടിംഗ് പോകാൻ തിരിച്ചു വാ എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു വന്ന് ഹോളിഡേയിൽ കയറി. ഞാൻ ഷൂട്ടിംഗ് സ്പോട്ട് വരുമ്പോ എല്ലാവർക്കും പതുക്കെ ഒരു ഫേസ് കണ്ടാൽ നമുക്കറിയാം ഒരു സംശയം, എന്താണ് പുള്ളി ഇത് ചെയ്യോ. ദിലീപിനെ അറിയാം, അത് ചെയ്തോളും, കറക്റ്റ് ആയിരിക്കോളും, സംഭവം ആയിരിക്കോളും. അങ്ങനെ ഇതൊക്കെ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അതാണ് പ്രശ്നം. ഒരു നമുക്ക് ത്രൂ ഔട്ട് ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാരക്ടർ ആയിട്ട് നമുക്ക് ഈ എന്താ ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചിട്ട് എല്ലാവരും ഗസ്റ്റ് അപ്പിയറൻസ് വിളിക്കുന്നത് അല്ലേ? പരാതി ഉണ്ട്, നമുക്കത് മാറ്റിയെടുക്കണ്ടല്ലേ? റൈറ്റർ ആവാൻ സാധ്യതയുള്ള ഒരാളാണ്. ഇനി അടുത്ത് കൈവയ്ക്കാൻ പോകുന്ന ഒരു മേഖല റൈറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ കയ്യിലെടുത്ത് കഴിഞ്ഞു. റൈറ്റർ ആയിട്ടുണ്ടോ? ഇല്ല, എഴുതി നോക്കിയിട്ടുണ്ട്, വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ
അച്ഛന് ചീത്തപ്പേരുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് നിർത്തിയതാണോ? അല്ല അച്ഛന്റെ ചീത്തപ്പേര് എന്തായാലും ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. അല്ല അദ്ദേഹം ഒരു ഭയങ്കര നല്ല റൈറ്ററാണ്, നല്ല ഡയറക്ടറാണ്, നല്ല ആക്ടറാണ്. സോ ലൈക്ക് ഇറ്റ്സ് ഇൻ യുവർ ബ്ലഡ്. അപ്പം ഇതിൽ ആദ്യം ഏത് വേണം എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ, ഏതിലേക്ക് എത്തണം എന്നുള്ളത്? ഇല്ല, എനിക്ക് അഭിനയിക്കാൻ തന്നെയായിരുന്നു ആദ്യമേ ആഗ്രഹം. ആഗ്രഹമുള്ളത്. അപ്പൊ ഞാൻ വാപ്സിന്റെ അടുത്ത് ഞാൻ സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ കയറുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം എന്ന് വെച്ചൊരു പടം പ്ലാൻ ചെയ്തുകൂടെ. ഓക്കെ. അപ്പൊ വാപ്ചി പറഞ്ഞ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തരുമോ, വാപ്ചിന്റെ സ്ക്രിപ്റ്റ് കിട്ടിയ പ്രൊജക്റ്റ് ആക്കാലോ. വാപ്ചി തരില്ല എന്ന് പറഞ്ഞു. മുഖത്തോക്കി പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? പിന്നീട് ചോദിച്ചോ? കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോ ഇപ്പൊ അത് വാപ്ചിന്റെയും സർവൈവലാണ്. മകനെ സിനിമ കയറ്റണമെന്ന് പുള്ളിക്ക് പുള്ളിന്റെ ജോലി റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ഫാമിലി റൺ ചെയ്യണം. അപ്പോ അപ്പൊ എനിക്ക് കിട്ടിയൊരു പ്ലസ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സമ്മതിച്ചു. അപ്പൊ കോളേജിലാണ്. അപ്പൊ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനെ പഠിക്കണോണ്ട് ഇത് കിട്ടും, ഓൺ ഡ്യൂട്ടി ലീവ്. അപ്പൊ എനിക്ക് ഇന്റേൺഷിപ്പ് പോലെ. അപ്പൊ ഞാൻ AD ആയിട്ട് ഒരു 40-45 ഡേയ്സ്. ആക്ച്വലി ഞാൻ 2 കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വ്യാസിക്കുള്ള ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് കോളേജിലായിരുന്നു. ഫസ്റ്റ് മൂവി 2 കൺട്രീസ് ആണോ ചെയ്തത്? ഫസ്റ്റ് റിംഗ് മാസ്റ്റർ, അത് കഴിഞ്ഞിട്ട് 2 കൺട്രീസ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ ആയിരിക്കുമ്പോ എന്താണ് 2 കൺട്രീസ് നമ്മുടെ കേരള പോർഷൻസ് ആ ഷെഡ്യൂൾ കഴിഞ്ഞത്. അപ്പോ എനിക്ക് ലീവ് വരുമ്പോ ഞാൻ സാധാരണ എഡിറ്റ് ചെയ്യണം. അപ്പൊ സാധാരണ ഇതില് പുള്ളി ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് കാണും ഫുട്ടേജസ്. അപ്പൊ ഈ കല്യാണ സീക്വൻസ് പുള്ളി എഡിറ്റ് ചെയ്യുന്നോണ്ടിരിക്കുക. അപ്പൊ അതില് കൊറേ എപ്പിസോഡ്സ് ഉണ്ടല്ലോ, ദിലീപന്റെ സിബ്. അതില് എനിക്ക് കൊറേ ഈ എല്ലാം കണ്ട് എല്ലാം ചിരിച്ച് അത് കഴിഞ്ഞ് റിയാസിഖാന്റെ പരിപാടി വന്നത്. അത് കണ്ടിട്ട് ഞാൻ സാഞ്ചേറിന് ഒരു 10-20 മിനിറ്റ് ചിരിച്ച്. അപ്പൊ വാപ്ചി ഇത് ചിരി കണ്ടിട്ട് പുള്ളി ഒരു സീക്വൻസ് പറഞ്ഞ് ഈ അത് പിന്നെ പടത്തിൽ വന്നില്ല. ദിലീപേട്ടൻ മമതയായിട്ട് ഡിവോഴ്സ്ഡ് ആയി, പുള്ളി സങ്കടപ്പെട്ട് ബീച്ചിൽ വന്നിരിക്കുക സൺസെറ്റ് ഒക്കെ നോക്കി. അപ്പൊ ഒരാള് ഷോൾഡറിൽ വന്ന് കൈവെക്കും. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ റിയാസിക്ക, പുള്ളി എണീറ്റ് ഓടും. പക്ഷെ അത് പിന്നെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അത് ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തു, അത് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കുക, അത് ഭയങ്കരമായിട്ട് വർക്കാവും. പക്ഷെ അത് പിന്നെ നടന്നില്ല. എപ്പോഴാണ് പറഞ്ഞ് കൺവിൻസ് ചെയ്തത് എനിക്ക് വേണ്ടി എഴുതി തരുവോ അല്ലെങ്കിൽ എഴുതി തരാമെന്ന് അദ്ദേഹം എഗ്രി ചെയ്തത് ഏത് മൊമെന്റിലാണ്? അത് ആക്ച്വലി അത് നിങ്ങൾ തമ്മിലുള്ള വർക്ക്ഔട്ട് ആയതാണോ, നാദർഷയും റാഫി ചേട്ടനും കൂടെ ഇതായതാണോ, വർക്ക്ഔട്ട് ആയതാണോ? ഫസ്റ്റ് എന്തായിരുന്നു? നാദർഷിക്ക എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്യാം. അതിനു മുമ്പ് സൈലക്സേട്ടൻ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു. സൈലക്സേട്ടൻ വാപ്ചിന്റെയും നാഷിഖന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. അപ്പൊ സൈലക്സേട്ടൻ എന്നെ വെച്ചൊരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ സൈലക്സേട്ടൻ ഒരു സ്ക്രിപ്റ്റ് വാപ്ചിന്റെ അടുത്ത് നിന്ന് ഞാൻ എങ്ങനെയാലും മേടിച്ചു തരാം. അപ്പൊ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്നെ അഭിനയിപ്പിക്കണം. അപ്പൊ സൈലക്സേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് നാദർഷിക്കാരനെ ഒരു ദിവസം ഇതേപോലെ ഒരു ലൊക്കേഷനിൽ വെച്ച് കാണുന്നതും നാദർഷിക്ക് ഇങ്ങനെ അഭിനയിപ്പിക്കാൻ റെഡിയാന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇത് സൈലക്സേട്ടനെ ഓപ്പറേറ്റ് ചെയ്തെടുത്ത് ഇവര് രണ്ടുപേരെയും കണക്ട് ചെയ്ത്. അപ്പൊ സൈലക്സേട്ടനാണ് വാപ്ചിനെ അത് ആക്ച്വലി ഭയങ്കര, കാരണം നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ അഭിനയിക്കണേന്ന് അങ്ങനെ ഒരാൾ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ഒരാളെ മനസ്സിലാവും പുള്ളിക്ക് പറ്റോ ഇല്ലേന്നൊക്കെ ഉള്ളത്. അപ്പൊ ഓരോ ഷോട്ട് കഴിയുമ്പോഴും എനിക്കും ഉള്ള ഒരു ടെൻഷൻ അതാ, ഈ നമ്മളെ കാസ്റ്റ് ചെയ്തത് റിഗ്രറ്റ് ചെയ്തത്, അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം, എന്തുകൊണ്ടാണ് ഇയാളെ കാസ്റ്റ് ചെയ്തെന്നുള്ളത്. അത് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു സംഭവം എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു നല്ല സ്കൂളിംഗ് ഇല്ലേ, അതേപോലെ ആക്ടറിന് എപ്പോഴും ഫസ്റ്റ് ചെയ്യുന്ന ഒരു ഫിലിം അവരുടെ ക്യാരിയറിൽ ഇങ്ങനെ പോകുന്നെല്ലാം നല്ല സ്കൂളിംഗ് ആയിരിക്കണം. ഓക്കെ, എന്നാലേ ഉള്ളൂ ഹി എൻഹാൻസസ് ആക്ടറിനെ, ഗ്രോത്ത് ഉണ്ടാവും. അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ വാട്ട് ഹി സേസ് ഇസ് റൈറ്റ്. ആ കോൺഫിഡൻറ്റ് നമുക്ക് കാണൂല, ജസ്റ്റിഫിക്കേറ്റ്. ബട്ട് എല്ലാ സറൗണ്ടിങ്സും ചേർന്ന് ഉണ്ടായാലേ ഹി ഇതാവും. ദേവിക അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണ്. നമ്മളെല്ലാവരും നോക്കി കാണുന്ന സത്യനന്ദിക്കാടിന്റെ സിനിമയിലൂടെയാണ് ഇതിലേക്ക് വരുന്നത്, ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. സിനിമ ആഗ്രഹിച്ച് വന്ന ഒരാളാണോ ആക്സിഡന്റലി വന്ന ഒരാളാണോ? ആഗ്രഹിച്ച് ആക്സിഡന്റലി വന്ന ഒരാളാണ്. ചെറുതാമ്പഴേ ഇഷ്ടമുണ്ടായിരുന്നു അഭിനയിക്കാനൊക്കെ. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തൊക്കെ ഞാൻ ക്ലാസ്സിലൊക്കെ സംസാരിക്കുമ്പോ ഇവളുടെ അമ്മ ചാനലിലൊക്കെയാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ
ഋതു എന്നാണ് പേര്. ഋതു അങ്ങനെ ഡബിങ് ഒക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ 7th പഠിക്കുമ്പോൾ. അപ്പൊ ഞങ്ങളുടെ മാം ആയിരുന്നു രേണുക എന്ന് പറഞ്ഞ ഞങ്ങൾ ഇംഗ്ലീഷ് മാം ആയിരുന്നു. എന്നിട്ട് മാം ആണ് പിന്നെ മാം ത്രൂ ആണ് പിന്നെ കോള് ഋതുവിന് വരുന്നത് ഞങ്ങൾ 10th അപ്പൊ ഋതു ആണ് പറയുന്നത് ഇല്ല എനിക്ക് താല്പര്യമില്ല, ദേവികയ്ക്കാണ് ഇഷ്ടം. അങ്ങനെ കോയിൻസിഡന്റലി ആണ്. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാകുമ്പോഴേ. മോർ ദാൻ എനിത്തിങ് അഭിനയിക്കാൻ ഉള്ള ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടി ഭയങ്കര പ്രൊവാക്റ്റീവ് ആയിരുന്നു. അപ്പൊ സ്കൂളിലൊക്കെ പ്ലേസ് ആണെങ്കിലും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആഗ്രഹം എപ്പോഴും ഉണ്ട്. നമ്മളെ ഈ പറഞ്ഞ പോലെ ഡ്രീംസ് ആണ് ഒരു ആക്ടറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇനിയും വേണം, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഡ്രീമും ആഗ്രഹവും ഒക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കരിയർ ഗ്രാഫ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും സ്റ്റാർട്ടേഴ്സ് ഇപ്പൊ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം മകൻ ഓൾറെഡി സിനിമയിലേക്ക് വന്നു. അപ്പൊ മകനോട് പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ മോൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത്. അതുപോലെ ഇവരോട് എന്താണ് പറയാനുള്ളത്? ഒന്നും പറഞ്ഞു കൊടുക്കാം ഇല്ല, പറഞ്ഞു കൊടുത്താൽ തെറ്റിപ്പോവും, നമ്മൾ തെറ്റാരായി പോകും. ദേ ഹാവ് ടു എക്സ്പീരിയൻസ് ചെയ്യണത്. നമുക്ക് ചെയ്യാം. നേരെ പോയാൽ ഒരു കുഴിയുണ്ട്, അല്ല വീഴരുത്. റൈറ്റ് എടുത്ത് സ്ട്രൈറ്റ് പോയിട്ട് തിരിച്ച് ലെഫ്റ്റ് എടുത്ത് പോയിക്കോണെന്ന് പറഞ്ഞു കൊടുക്കാം. ഇല്ല നേരെ പോയി കുഴിയിലേ ചാടോന്ന് പറഞ്ഞാൽ കുഴി ചാടിക്കോ, വീണ്ടും മേളിൽ കയറിക്കോ, പോയിക്കോ. ദീസ് ഓൾ യു കൺ ഡു. നമ്മൾ വലിയ കോച്ചിങ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഹി ഓർ ഷീ ഹാസ് ടു എക്സ്പീരിയൻസ് എൻറ്റയർ. ഇത് ഞാനും ഓരോ പടത്തിലും ഞാനും എക്സ്പീരിയൻസ് ആവുന്നതാണ്. സോ വാട്ട് ഐ ഡിഡ് റോങ് എൻ്റെ മോൻ ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇപ്പോൾ ഇവർ രണ്ടുപേരും തന്നെ ഇവരുടെ പേരൻസ് എന്തോ അത് തെറ്റാണെന്ന് ഇവരുടെ ആവശ്യമില്ല. ബട്ട് തെറ്റ് സംഭവിക്കും. അപ്പൊ പിടിച്ചു കൊടുക്കുന്ന ഒരാളുണ്ട്, ഒരു താങ്ങ്. അത് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ജേണി ആണെങ്കിലും വഴി വേറെ വേറെ ആയിരിക്കാം. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തായാലും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം നമ്മള് നാദിർ ഷാക്കയുടെ സിനിമ കണ്ടിട്ടുണ്ട്, റാഫി സാറിന്റെ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരുടെയും ഫോർട്ടേ എന്ന് പറയുന്നത് കോമഡിയാണ്. അതിൽ നിന്നും ഒരു വലിയ മാറ്റം, കോമഡി ഇല്ല എന്നുള്ളതല്ല, കോമഡി ഈസ് ദേ, പക്ഷെ ഡിസ്കസിങ് ആ സീരിയസ് സബ്ജക്ട്. ആ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോകേണ്ടതുണ്ട് അല്ലേ? അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഇത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് നിങ്ങൾ പൊതുവെ ഈ ഒരു സിറ്റുവേഷനെ പറ്റി? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ റെലവെന്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്, ഡിസ്കസ് ചെയ്യേണ്ട സബ്ജക്റ്റ് ആണ്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളൊരു സൈഡ്, നൈറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ഡാർക്കായിട്ട് നമുക്ക് ഇരുട്ടിലേക്ക് പോകുന്തോറും പ്രശ്നങ്ങൾ. ഞാനിത് വളരെ എന്താ പറയാ പേരുകൾ പറയാതെ മെൻഷൻ ചെയ്യാണ്ടാണ് സംസാരിക്കുന്നത്. സോ ഈ ടൈറ്റിൽ തന്നെ ഭയങ്കര നമ്മള് ആണയടിച്ച മാതിരി ഒരു സാധനം വെക്കാതെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്, വാട്ട് ഹാപ്പൻഡ്, then the story goes. അല്ലേ? ഈ ഒരു സബ്ജക്റ്റിന്റെ റെലവൻസ് എന്താണ്? മുബിന് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ സബ്ജക്ട് തന്നെയാണോ? ഇതില് ആദ്യത്തെ സിനിമ നടക്കാന്നുള്ളായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടണേ. അത് ഓക്കെ ആയപ്പോ തന്നെ കഥയൊന്നും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിയിട്ടില്ല. ഒരു പടം എൻട്രി ആവാന്നുള്ളതാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഈ സബ്ജക്റ്റ് റെലവെന്റ് ആണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്. അത് ഗുഡ് ഓർ ബാഡ്, ഇറ്റ് ഈസ് റെലവെന്റ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം ഇവിടെ നമുക്ക് പലപ്പോഴും കേട്ടും അങ്ങനെയൊക്കെ അറിയാവുന്ന കുറച്ച് സംഭവങ്ങളാണുള്ളത്. അപ്പൊ ഇതിന്റെ ഇൻഡെപ്ത് പരിപാടിയൊന്നും സിനിമ പറയുന്നില്ല. എന്നാൽ പോലും അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് ഇതിന്റെ എന്താണിത്, ഇങ്ങനെ ഒരു ഡ്രഗ് കാരിയർ വന്ന ഉണ്ടാവുന്ന ഇഷ്യൂസ് എന്നുള്ളത് പറയുന്നുണ്ട്. See, all these things ഇതൊരു തിൻ ലൈൻ ആണ്. നമ്മൾ കമേഴ്ഷ്യൽ ഫിലിമാണ് ചെയ്യുന്നത്. സോ അതിൽ ഇപ്പുറത്തും ചാടാൻ പറ്റില്ല, അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ തിൻ ലൈനിൽ കൂടെ നമ്മൾ അത് തൊട്ടും തൊടാതെയും വേണം പറഞ്ഞു പോകാനത്. ഇഫ് ഇറ്റ്സ് നോട്ട് എ കമേഴ്ഷ്യൽ ഫിലിം ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ ടോട്ടൽ കമേഴ്ഷ്യൽ ഫിലിം ഇത് പറയണ്ടെന്ന് വെക്കാം. പക്ഷെ അതിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ആ കഥയിൽ ഇന്ന സംഭവമാണ് നമ്മൾ വി ആർ ഇൻപുട്ടിങ് ഇൻ ടു ഇറ്റ്. സോ അത് പറയണം, പക്ഷേ അതിൽ കൂടെ ഇതും പോകണം. ഓക്കെ, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. 3 പേരും വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മളോട് സംസാരിച്ച സിനിമയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സിനിമ ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ്, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഇതൊരു തുടക്കം മാത്രം, സ്റ്റെപ്പ് കയറി ഉയർന്നെത്തട്ടെ. അച്ഛനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. So son is here, so he should have a good career. She should have a good career. Nadir Shah is my friend. He should have a blockbuster film.
So all And you. and okay and so many emotions are there. Then വെറുതെ ഒരു പടത്തിൽ പോയി അഭിനയിക്കുന്നതല്ല, ഇത്രയും അറിയുന്ന ആൾക്കാർ, ഇത്രയും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിന് ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ആണ് ഓടിയത്. ഇപ്പൊ ഇന്നലെ ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു ചെന്നൈയില്, വരാൻ പറ്റില്ലെന്നറിയാം, പക്ഷെ എന്തൊക്കെയോ തിരുമറയൊക്കെ ചെയ്ത് ഓടിയെത്തി. ഇത് ഇറ്റ്സ് ജസ്റ്റ് അൺകണ്ടീഷണൽ ലവ് ടു മൈ ഫ്രണ്ട്സ്. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യണ്ടല്ലോ. ഡോണ്ട് മിസ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. Once upon a time in Kochi, അടിച്ച് കേറി വാ മക്കളെ.